CPIM പോളിറ്റ് ബ്യൂറോ അംഗവും കാൺപൂരിലെ മുൻ എംപിയുമായ സുഭാഷിണി അലി രാജ്യത്തെ മഹിളാ പ്രസ്ഥാനത്തിന്റെ തന്നെ സമുന്നതയായ നേതാവാണ്. സ്വാതന്ത്ര്യസമര സേനാനിയും ഉജ്ജ്വല വിപ്ലവകാരിയുമായിരുന്ന ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ മകളുമാണ് സുഭാഷിണി. ഇപ്പോൾ സുഭാഷിണി അലി തന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. സിംഗപ്പൂരിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷമാണ് അച്ഛനും അമ്മയും കാൺപൂരിൽ ജീവിതം തുടങ്ങിയിരുന്നത്. അവർക്ക് ശരിക്കും ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അവസാനം അച്ഛന് ജോലി കിട്ടി. ഡോക്ടറായിരുന്ന അമ്മ അഭയാർത്ഥി ക്യാമ്പുകളിൽ വൈദ്യസേവനം നൽകുകയും ചെയ്തു. വിഭജനത്തെ തുടർന്ന് പഞ്ചാബിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹമായി നഗരഹൃദയത്തിൽ മുസ്ലിങ്ങൾ ധാരാളം നിലനിന്നിരുന്നു. ദരിദ്ര മുസ്ലിങ്ങൾക്കിടയിലും അമ്മ പ്രവർത്തിക്കുകയുണ്ടായി. അമ്മയുടെ നേഴ്സിംഗ് ഹോമിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അക്കാലത്ത് അമ്മയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ തനിക്ക് ശരിക്കും അറിയില്ലായിരുന്നുവെന്നും സുഭാഷിണി അലി തുറന്നു പറഞ്ഞു. മാത്രമല്ല, കോളേജിൽ എത്തിയതിനു ശേഷമായിരുന്നു അമ്മയുമായി രാഷ്ട്രീയമൊക്കെ സംസാരിച്ചു തുടങ്ങിയിരുന്നത്. മുത്തശ്ശി അമ്മു സ്വാമിനാഥൻ കോൺഗ്രസ് നേതാവാണ്. എന്നാൽ അമ്മ ഒരിക്കലും കോൺഗ്രസിനോട് താല്പര്യം പുലർത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മദ്രാസിലെ മെഡിക്കൽ കോളേജ് പഠനകാലത്ത് മുതൽ സോഷ്യലിസത്തോടായിരുന്നു അമ്മയ്ക്ക് കൂടുതലും താല്പര്യമുണ്ടായിരുന്നത്.